നമസ്കാരം. സഭാചരിത്രം മാർപ്പാപ്പമാരിലൂടെയുള്ള പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. മാർപ്പാപ്പമാരിലൂടെ സഭാചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നത് കോതമംഗലം രൂപതയുടെ വികാരി ജനറലായ മോൺസിഞ്ഞോർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛനാണ്. അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. ശിവശേഖ് സുധിയായിരിക്കും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഗ്രിഗറി മാർപ്പാപ്പ വരെയാണ്. സഭയുടെ ആദ്യ പത്രോസ്ലീഹ മുതൽ ആദ്യ കാലഘട്ടത്തിലൂടെ എല്ലാം നമ്മൾ കുറച്ച് കടന്നുപോയി. സഭയ്ക്ക് മാർപ്പാപ്പമാരിൽ മറ്റേ സഭയുടെ ഒരു ഘടനയിൽ കുറേ മാറ്റം വരുത്തുകയും കുറച്ചുകൂടി ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലഘട്ടമല്ല. ഒരു സാർവത്രിക മുഖം സഭയ്ക്ക് തുറന്നു കൊടുത്തു. പിന്നീട് എന്താണ് സഭയിൽ സംഭവിച്ചത്? ഈ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രേക്ഷിത പ്രവർത്തനത്തിന് വലിയൊരു ഊന്നൽ കൊടുത്തു. അപ്പോൾ യൂറോപ്പിൽ ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ചെറുപ്പക്കാരെ വിളിച്ച് അദ്ദേഹത്തിന് തന്നെ ആശ്രമം, അതൊരു വീടും പ്രോപ്പർട്ടി എല്ലാം ആശ്രമമാക്കി മാറ്റി ഞാൻ പറയുകയുണ്ടായി. അവിടെ പരിശീലിപ്പിച്ചിട്ട് ഇവർ മിഷണറി പ്രവർത്തനത്തിനായിട്ട് അയർലൻഡിലേക്കും ഇംഗ്ലണ്ടിലേക്കും വിട്ടു, യൂറോപ്പിലെ വിവിധ ഭാഗങ്ങളിലേക്ക് വിട്ടു. അപ്പം ഈ ആര്യൻ പാഷണ്ഡത പ്രചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മിഷണറിമാരായിട്ട് ഇവർ നിന്ന് പ്രഘോഷിക്കുകയും ഈ ത്രിത്വ വിശ്വാസ രീതികൾ വളരെ പങ്കുവഹിക്കുകയും അവർ ട്രെയിൻ ചെയ്ത് വൈദ്യരായിട്ട് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ഒരു വലിയ സംഭാവന ചെയ്തതോടൊപ്പം തന്നെ മറ്റൊന്നാണ് ഈ ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അദ്ദേഹം എഴുതുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. കാരണം മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ വലിയ പാപം ചെയ്തവരൊക്കെ നരകത്തിൽ പോവുകയും പുണ്യം ചെയ്ത് സ്വർഗത്തിൽ പോവുകയും, പക്ഷേ കഴുകിക്കളയാവുന്ന മാലിന്യങ്ങളുള്ളവർ, ദൈവത്തിന് മുന്നിൽ നിൽക്കാൻ യോഗ്യതയില്ലാത്തവർ ശുദ്ധീകരിക്കപ്പെടാൻ ഇടമുണ്ടെന്നും അവിടെ പോയി ശുദ്ധീകരണം കഴിഞ്ഞിട്ടേ ദൈവത്തിന് മുമ്പ് നിൽക്കാൻ അർഹത കിട്ടുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ അതുവരെ അത്തരത്തിലൊരു വിശ്വാസം ശക്തമായിട്ടുണ്ടായിരുന്നില്ല. സ്വർഗവും നരകവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശുദ്ധീകരണ ധാരണയുണ്ട്, പക്ഷേ ഈ ധാരണയ്ക്ക് ശക്തി കിട്ടുന്നു ആ ഒരു വിശ്വാസം സഭയുടെ അവിർഭാജ്യ വിശ്വാസ ഭാഗമായിട്ട് വരുന്നതൊക്കെ ഇദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഗ്രിഗോരി മാസ് എന്ന് പറഞ്ഞുകൊണ്ട് 30 കുർബാന അടുപ്പിച്ച് ചെല്ലുക ഇവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പല വിധത്തിൽ അപ്പോൾ സഭയുടെ ഒരു ആത്മീയ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ, മിഷണറി ഓറിയൻറ്റേഷൻ കൊടുക്കുന്നതിനകത്ത്, സഭ സ്ട്രക്ചറിങ്, ഒരു ആധ്യാത്മിക അടിത്തറയിടുന്നതിനകത്തെല്ലാം വലിയ പങ്ക് വഹിച്ച ഒരു മാർപ്പാപ്പ ശ്രേഷ്ഠനാണ് ഗ്രിഗറി ഒന്നാമൻ. 1998 അദ്ദേഹത്തെ വേദപാരംഗതനായിട്ട് സഭ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ ഘട്ടങ്ങളിലെല്ലാം കാണുന്നൊരു പ്രത്യേകത, റോമിൻ്റെ ചക്രവർത്തി എന്ന റോമിലല്ല, കോൺസ്റ്റാന്റിനോപ്പിളാണ്. കാരണം ഈ പ്രദേശങ്ങളെല്ലാം ജർമാനിക് ട്രൈബ്സിൻ്റെ കയ്യിലാണ്. ലൊംബാർഡ്സാണ് ഇവിടെ ഭരിക്കുന്നത്, ഇറ്റലിയിൽ പല ഭാഗത്തും. ലൊംബാർഡ് റോമിൻ്റെ ചക്രവർത്തി പക്ഷേ എന്ന് പറഞ്ഞാൽ റോമൻ എംപയറിൻ്റെ സാമ്രാജ്യം. വെസ്റ്റേൺ റോമൻ എംപയർ ജർമാനിക് ഗോത്രങ്ങളുടെ ആക്രമണത്തിൽ തകർന്ന് അവർ തോറ്റുപോയി, വിധേയപ്പെട്ടു. അപ്പം പക്ഷേ ഒരു ഭരണാധികാരിയുണ്ട്, ഭരണാധികാരിയുടെ ആസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളാണ്. മാർപ്പാപ്പയ്ക്ക് അംഗീകാരം കൊടുക്കേണ്ട കോൺസ്റ്റാന്റിനോപ്പിളിലെ ഭരണകർത്താവാണ്. അതുകൊണ്ടാണ് ഗ്രിഗറിക്ക് അംഗീകാരത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ബന്ധപ്പെടേണ്ടി വന്നത്. നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, 608 ഭരിച്ചിരുന്ന ബൊനിഫാസിയസ് മൂന്നാമൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറക്കിയ ഒരു വിളംബരമുണ്ട്. ഒരു മാർപ്പാപ്പ മരിച്ച് അടുത്ത മാർപ്പാപ്പ ആരായിരിക്കണമെന്ന ചർച്ച ഉടനെ തുടങ്ങാൻ പാടില്ല, 3 ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ശവടക്ക് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ എന്നൊരു ധാരണ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ടായി. ഞാൻ പറഞ്ഞ ഈ സിസ്റ്റം ഓഫ് സെലക്ഷൻ, ഒരു സിസ്റ്റം ഓഫ് എലക്ഷൻ ഓഫ് എപ്പോൾ അതിങ്ങനെ ക്രമാനുഗതമായിട്ട് പതുക്കെയാണ് അത് ഇവോൾവ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മരിച്ചു കഴിഞ്ഞാൽ ആരാണ് സഭയെ നയിക്കാനുള്ള കാഴ്ചപ്പാട് ഉത്കണ്ഠയുമുണ്ടായിരുന്നു. അത് നമ്മൾ ചിന്തിക്കേണ്ടത് ദുഃഖാചരണം കഴിഞ്ഞ് ശവടക്ക് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ടേ പാടുള്ളൂ കാഴ്ചപ്പാട്. അത് അതിനുശേഷം 608 മാർപ്പാപ്പയെ വന്ന ബൊനിഫാസിയസ് മൂന്നാമൻ്റെ കാലഘട്ടത്തിലാണ്. മറ്റൊന്ന് കാര്യം പ്രത്യേകത കാണുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അംഗീകാരം കിട്ടിയാലാണ് ഈ മാർപ്പാപ്പയുടെ അധികാരം സ്വീകാര്യമായി രാഷ്ട്രീയമായി സ്വീകരിക്കപ്പെടുകയുള്ളൂ. അപ്പം ചില സമയങ്ങളിൽ അംഗീകാരം കിട്ടാൻ ഒത്തിരി താമസിക്കും. 684 മാർപ്പാപ്പയായത് ബെനഡിക്റ്റ് രണ്ടാമനാണ്. പക്ഷേ അദ്ദേഹത്തിന് 1 വർഷമായിട്ട് അംഗീകാരം കിട്ടിയില്ല. ഈ രാഷ്ട്രീയ ശക്തികൾ
സഭാകാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പക്ഷേ റോമിലെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്, റോമിലെ അച്ഛന്മാർ. അപ്പോൾ ആ റോമിലെ അച്ഛന്മാരാണ് പിന്നെ കർദിനാളായിട്ട് വരുന്നത്. റോമിലെ വൈദികർ, അത് കർദിനാൾ ബിഷപ്സ് ഉണ്ട്, കർദിനാൾ ഡീക്കന്മാരുണ്ട്, കർദിനാൾ പ്രീസ്റ്റുകളുണ്ട്. അവരാണ് തിരഞ്ഞെടുക്കുന്നത് ആ ജനങ്ങൾ. അത് ഇവോൾവ് ചെയ്ത് വരികയാണ്. പക്ഷേ അംഗീകാരം ലെജിറ്റിമൈസ് ചെയ്യാൻ വേണ്ടി അംഗീകാരം രാഷ്ട്രീയ അധികാരി കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ അധികാരി ഒരു വർഷം വരെ നീട്ടിയ സന്ദർഭം വരെയുണ്ട്. 684 2-3 വർഷം കഴിഞ്ഞപ്പോൾ സൈന്യം ഇത് ഏറ്റെടുക്കുകയാണ്, മാർപ്പാപ്പയുടെ നിയമിക്കുന്നത്. കാരണം ഈ മാർപ്പാപ്പയ്ക്കൊന്നും സ്വന്തം സൈന്യമില്ല, സംരക്ഷിക്കാൻ സംവിധാനങ്ങളില്ല, ഈ രാഷ്ട്രീയ ഒരു സംരക്ഷണം ഇല്ല. റോമാണ് കോൺസ്റ്റാന്റിനോപ്പിളാണ് അതുമായി ബന്ധപ്പെട്ട കാര്യം. നാമമാത്ര അധികാരമുള്ളൂ. ബോബിയോ, റവേന്ന തുടങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ കോൺസ്റ്റാന്റിനോപ്പിളിന് അവിടെ സ്വാധീനമുള്ളൂ. റോം മുഴുവനില്ല. റോം അടുത്ത പ്രദേശങ്ങളെല്ലാം ഈ ലൊംബാർഡ്സ് എന്ന് പറഞ്ഞ ആര്യ മതക്കാരുടെ കയ്യിലാണ്. അപ്പോൾ രാഷ്ട്രീയ പിന്തുണയില്ല. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ സൈന്യം 686 വന്നിട്ട് ആ കാലങ്ങളിൽ 2-3 മാർപ്പാപ്പയെ തീരുമാനിക്കും. സെർജിയൂസ് എന്നൊക്കെ പറഞ്ഞുള്ള മാർപ്പാപ്പയെ തീരുമാനിക്കുന്നതിനകത്ത് ഈ സൈന്യം, അതേത് സൈന്യം? അത് ഈ പറഞ്ഞ ലൊംബാർഡ്സിൻ്റെയൊക്കെ സൈന്യമൊക്കെ, ലൊംബാർഡ്സിൻ്റെയൊക്കെ സൈന്യം അവരിടപെടുന്നുണ്ട്. പക്ഷേ അവർ കത്തോലിക്ക മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നൊക്കെയുണ്ട്. ക്രമേണ നമ്മൾ ഈ രാഷ്ട്രീയ കടന്നുവരവ് നമ്മൾ കാണുകയാണ്. അത് സഭ ആഗ്രഹിച്ചിട്ടല്ല. ഈ ലൊംബാർഡ്സ് എന്ന് പറഞ്ഞ ആര്യൻ മത കാഴ്ചപ്പാടുള്ള ജർമാനി ട്രൈബുകൾ അവരെ ക്രമേണ ആക്രമിച്ച് ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് നമ്മൾ കണ്ടു. അത് ഇപ്പോൾ ശക്തമായിട്ട് റോമിനെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് സ്റ്റീഫൻ രണ്ടാമൻ എന്ന് പറഞ്ഞ മാർപ്പാപ്പ റോമിൽ നടന്ന് ആൽപ്സ് മല പർവ്വതനിര കടന്നിട്ട് പെപ്പിൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ അടുത്തേക്ക്, അദ്ദേഹം ഇവിടെ ആഹനിൽ ജർമ്മനിക്ക് അടുത്ത് ജനറലായിട്ടാണ്, ഐഷ്ലഷപ്പയിലാണ്, അവിടെ വന്ന് ഇദ്ദേഹത്തെ കാണുകയാണ് 752. അപ്പം 752-53 വരെയുള്ള കാലഘട്ടങ്ങൾ ബിസന്റൈൻ ചക്രവർത്തിയുടെ അംഗീകാരമാണ് വേണ്ട ഒരു മാർപ്പാപ്പയെ സ്വീകരിക്കപ്പെട്ട വിധത്തിൽ രാഷ്ട്രീയമായിട്ട് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടി. പക്ഷേ ഇപ്പം ഈ മാർപ്പാപ്പ ഈ ലൊംബാർഡ് ആക്രമണത്തിൽ സംരക്ഷണം തേടിയിട്ട് പെപ്പിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കരോളിഞ്ചിയൻ രാജവംശത്തിൽപ്പെട്ട പെപ്പിൻ്റെ അടുത്ത് എത്തുകയാണ്. പെപ്പിന് സംരക്ഷണം കൊടുക്കുകയാണ്. അതിന് പകരമായിട്ട് മാർപ്പാപ്പ പെപ്പിനെ രാജാവായിട്ട് വാഴുകയാണ്. കരോളിഞ്ചിയൻ രാജാവായിട്ട്, ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായിട്ട് വാഴുകയാണ്. അപ്പോൾ ഒരു പുതിയ ബന്ധം തുടങ്ങുകയാണ്. ഇതുവരെ അനിശ്ചിതത്വത്തിൻ്റെ ഒരു കാലഘട്ടം കൂടെയാണ് സഭ കടന്നു പോയിരുന്നത്. രാഷ്ട്രീയ സംരക്ഷണമില്ല. രാഷ്ട്രീയമായി ഒരു അപ്രൂവൽ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമേ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് അല്ലെങ്കിൽ ബിസന്റൈൻ എംപയറിൽ നിന്ന്. ഇപ്പോൾ ഈ സംരക്ഷണം തേടി സ്റ്റീഫൻ മാർപ്പാപ്പ പെപ്പിൻ എന്ന് പറയുന്ന കരോളിഞ്ചിയൻ റൂളറിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം സംരക്ഷണം ഓഫർ ചെയ്തു. അത് പുറമെ അദ്ദേഹം കീഴടക്കിയ കുറേ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ മത വിശ്വാസികളുടെ കയ്യിലുണ്ടായിരുന്ന പള്ളികളും ഭൂസ്വത്തുക്കളും അവരുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ മാർപ്പാപ്പയ്ക്ക് അദ്ദേഹം കൊടുത്തു സമ്മാനമായിട്ട്, പെപ്പിൻ്റെ സംഭാവനയായിട്ട്. ഇതാണ് പിന്നീട് പേപ്പൽ സ്റ്റേറ്റുകളായിട്ട് മാറുന്നതിൻ്റെ അടിത്തറയായി മാറിയ ഭൂപ്രദേശങ്ങൾ. ഈ ഞാനൊരു കാര്യം വീണ്ടും ചോദിച്ചാൽ എനിക്ക് ക്ലിയർ ആയില്ല. അതായത് ഈ പറഞ്ഞ പെപ്പ് എന്ന് പറയുന്ന ആളെ ഫ്രാൻസിന്റെ രാജാവാക്കി, ഫ്രാൻസിന്റെ രാജാവാണ് അദ്ദേഹം ഫ്രാൻസിന്റെ രാജാവാണ്. ആ രാജാക്കന്മാരെ മാർപ്പാപ്പ വാഴിക്കുന്ന പതിവ് അതുവരെ ഇല്ലായിരുന്നു. അല്ല, അപ്പം എന്തുകൊണ്ട് ഈ മാർപ്പാപ്പയായിട്ട് വാഴിച്ചു അദ്ദേഹം? അത് വാഴിച്ചു പറഞ്ഞാൽ ഇദ്ദേഹം ഈ മാർപ്പാപ്പയ്ക്ക് സംരക്ഷണം കൊടുക്കുകയും ഈ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പിടിച്ചെടുത്ത സഭയ്ക്ക് വേണ്ടി ഇദ്ദേഹം പിടിച്ചെടുത്ത ഭൂസ്വത്തുകളേറെയും കൈമാറുകയും ചെയ്തു. കൈമാറി കഴിഞ്ഞാൽ അതിനു മുമ്പ് അദ്ദേഹം ഏത് രാജ്യത്തിൻ്റെ ആയിരുന്നു? അന്ന് അദ്ദേഹം ഉണ്ടായിരുന്ന ഈ ഇറ്റലി എന്ന് പറഞ്ഞ സ്ഥലം 375 ശേഷം പല ജർമാനിക് ഗോത്ര വിഭാഗക്കാർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രോഗോസ് എന്ന് പറഞ്ഞ ഒരു വിഭാഗമായിരുന്നു ഏറെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ലൊംബാർഡ്സ് എന്ന് പറയുന്ന ജർമാനിക് ഗോത്രമാണ്, അവരാണ് ഭരിച്ചിരുന്നത്.
അവർ ഏറെയും ആര്യൻ മതവിശ്വാസികളായിരുന്നു. അവരുടെ കയ്യിൽ അവരുടെ പള്ളികളുണ്ട്, അവരുടെ ആശ്രമങ്ങളുണ്ട്, പൂസ്വത്തുണ്ട്. അപ്പം പെപ്പിൻ എന്ന് പറഞ്ഞ ഭരണകർത്താവ്, ഈ കരോളിഞ്ചിയൻ റൂളർ, ഈ പ്രദേശം കീഴടക്കിയിട്ട് അതങ്ങ് മാർപ്പാപ്പയ്ക്ക് കൊടുത്തു. ആ കൊടുത്ത ഭൂപ്രദേശമാണ് പേപ്പൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അറിയപ്പെട്ട ആ ഒരു പ്രദേശങ്ങളിലെ ഏറിയ പങ്കും അന്ന് ഈ പെപ്പിൻ എന്ന രാജാവ് സ്റ്റീഫൻ രണ്ടാം മാർപ്പാപ്പയ്ക്ക് കൊടുത്ത സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പരിണതഫലമായിട്ട് രാജാവ് ഇദ്ദേഹത്തെ കിരീടധാരണം നടത്തുകയാണ്, കൊറോണേഷൻ നടത്തുകയാണ് മാർപ്പാപ്പ അതിന് പ്രത്യേകം ഓയിലുണ്ടാക്കി, പ്രത്യേകം ക്രിസ്തു ഉണ്ടാക്കി, ഓയിലുണ്ടാക്കി, വിശുദ്ധയിലുണ്ടാക്കി ലേപനം ചെയ്ത് അദ്ദേഹത്തെ വാഴുകയാണ്. ഇത് പിന്നീട് നമ്മൾ 2 പ്രാവശ്യം കാണും. ഷാൾമെയിൻ പിന്നീട് ഈ കൊറോണേഷൻ മാർപ്പാപ്പയുടെ അടുത്തുണ്ട്, നെപ്പോളിയൻ നടത്തുന്നുണ്ട്. പേപ്പൽ സ്റ്റേറ്റിന്റെ തുടക്കം അങ്ങനെയാണ് പേപ്പൽ സ്റ്റേറ്റ് അധികാരി മാർപ്പാപ്പയാവുന്നത്. അങ്ങനെയാണ് മാർപ്പാപ്പയ്ക്ക് പിന്നീട് സൈന്യമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. അതുവരെ മാർപ്പാപ്പയ്ക്ക് പേപ്പൽ സ്റ്റേറ്റ് ഇല്ല. അന്നത്തെ അന്ന് കൊടുത്ത പേപ്പൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളായിട്ട് വരും? അന്ന് ഇറ്റലിയുടെ നല്ലൊരു പ്രദേശമുണ്ട്. 1871 ഈ പേപ്പൽ സ്റ്റേറ്റ് എല്ലാം കൂടി ഇന്ന് കാണുന്ന ഇറ്റലിയിൽ ലയിപ്പിക്കേണ്ടി വന്നു. ഇറ്റലിയുടെ ഏകീകരണം നടക്കുമ്പോൾ. അപ്പോൾ ഏകീകരണം നടക്കുമ്പോൾ പേപ്പൽ സ്റ്റേറ്റ് എല്ലാം ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുക ചെയ്തവർ. പിടിച്ചെടുത്തിട്ട് മാർപ്പാപ്പയ്ക്ക് വത്തിക്കാൻ പ്രദേശം മാത്രമേ കൊടുത്തുള്ളൂ. വത്തിക്കാനിലെ തടവുകാരനെ പോലെയാണ് അന്ന് പിയൂസ് 9 എന്ന് എപ്പോഴും പറയപ്പെടുമായിരുന്നു. ബാക്കി പ്രദേശങ്ങളെല്ലാം ഇറ്റാലിയൻ സ്റ്റേറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി ഏകീകരണത്തിന് വേണ്ടിയിട്ട്. മാർപ്പാപ്പ കീഴിലുള്ള ഭൂപ്രദേശം അങ്ങനെ നഷ്ടപ്പെട്ടു. പക്ഷേ വത്തിക്കാൻ നിലനിർത്തപ്പെടുകയും ആ വത്തിക്കാൻ ഒരു രാഷ്ട്രമായിട്ട് നിലനിർത്തപ്പെട്ടു. അതിൻ്റെ ഭരണാധികാരി കൂടിയായിട്ട് മാർപ്പാപ്പ അങ്ങനെയാണ് മാറുന്നത്. അല്ലെങ്കിൽ വലിയൊരു ഭൂപ്രദേശത്തിൻ്റെ ഭരണാധികാരി കൂടിയായിരുന്ന വ്യക്തി 1871 വരെ അത് തുടരുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതൊരു ഭരിക്കുന്ന രാജാവും മാർപ്പാപ്പയും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും കുടുംബങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം അന്ന് തൊട്ടാണ് ആരംഭിക്കുന്നത്. സ്റ്റീഫൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ കാലം തൊട്ട് അങ്ങനെയാണ് ആ ഒരു രാജപദവിയിലേക്ക്. രാജപദവി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ് ഈ രാഷ്ട്രീയ പിന്തുണയും സംരക്ഷണവും സഭയുടെ കാലം കിട്ടുകയും, 2 രാജാക്കന്മാർ പിടിച്ചെടുക്കുന്ന ഭൂമിയുടെ പങ്ക് മാർപ്പാപ്പയ്ക്ക് കൊടുക്കുകയും, അങ്ങനെ പേപ്പർ സ്റ്റേറ്റിൻ്റെ ഭാഗമാകുകയും പേപ്പർ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരിയായിട്ട് മാർപ്പാപ്പ മാറുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക്. പിന്നീട് എന്താണ് സഭയിൽ സംഭവിച്ചത്? അതിനുശേഷം പിന്നീട് ഈ പെപ്പിന് ശേഷം ഷാൾമെയിൻ വന്നു. 800 ചക്രവർത്തിയായിട്ട് വഴിക്കപ്പെടുന്നുണ്ട്. അതിന് മകൻ ലൂയിസ് രാജാവും വരുന്നുണ്ട് ഈ ഫ്രാൻസിൽ. അപ്പോൾ ഈ സമയമെല്ലാം ഫ്രാൻസ് മുഴുവൻ കത്തോലിക്കായി. അതുകൊണ്ടാണ് ആദ്യത്തെ പുത്രി എന്നാണ് കത്തോലിക്ക വിശ്വാസം. ആര്യ മതത്തിൽ നിന്ന് മാറി മുഴുവൻ കംപ്ലീറ്റ് കത്തോലിക്കായി. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഈ ലൂയിസ് രാജാവിൻ്റെ കാലഘട്ടം തൊട്ട് അതിനുശേഷവും ഇവർ പിടിച്ചെടുക്കുക, അത് കരോളിഞ്ചിയൻ രാജാക്കന്മാർ, പെപ്പിൻ എന്ന് പറഞ്ഞാൽ കരോളിഞ്ചിയൻ ഭരണകർത്താവായിരുന്നു. അവർ പിടിച്ചെടുക്കി ഭൂപ്രദേശം മുഴുവൻ ചിന്ന ഭിന്നമായിട്ട് മാറി. അപ്പോൾ അവർ ഇപ്പോഴത്തെ ഹംഗറി, ഇപ്പോഴത്തെ ജർമ്മനിയുടെ കുറേ ഭാഗങ്ങൾ, ഈസ്റ്റ് ജർമ്മനി, പോളണ്ട് പ്രദേശങ്ങളെല്ലാം യുദ്ധം വഴി പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ സന്യാസഭകൾക്കും സഭയ്ക്കും അവർ കൈമാറി. കൈമാറി കഴിഞ്ഞ് ഭൂസ്വത്വത്തെ അവർക്ക് കിട്ടി, സഭയ്ക്ക് കിട്ടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഭൂസ്വത്തുള്ള ഒരു മതവിഭാഗമായിട്ട് കത്തോലിക്ക സഭ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സന്യാസഭകൾ ഒത്തിരി വരുന്നുണ്ട്. 5-ാം നൂറ്റാണ്ട് തൊട്ട് ബെനഡിക്റ്റൈൻ സന്യാസഭയുണ്ട്. അയർലൻഡിൽ നിന്ന് ഐറിഷ് മൊണാസ്റ്റിക്സ് ഉണ്ട്. വളരെ ശക്തമായ റിഗറസ് ആയിട്ടുള്ള മൊണാസ്റ്റിക് രീതിയാണ്. തണുപ്പത്ത് ഒറ്റ കാലിന്മേൽ നിഷ്പാദകരായി നിന്ന് അവർ പരിപ്രാർച്ചന ചെയ്ത പതിവ്, അല്ലെങ്കിൽ ഒറ്റ ബ്രെഡും വെള്ളം കൊണ്ട് മാത്രം കഴിയുന്ന രീതി, അങ്ങനെയുള്ള ഭയങ്കര മൊണാസ്റ്റിക് ട്രഡീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ 8-9 നൂറ്റാണ്ടോടി സിസ്റ്റേഴ്സിയൻ ട്രഡീഷൻസ്, ഈ സന്യാസ രീതികളൊക്കെ അതിപ്പോൾ വളരെ ശക്തമായ താമസ അനുഷ്ഠാനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഈ രാഷ്ട്രാധികാരികൾ തമ്മിലുള്ള ഒരു ബന്ധം സഭയുടെ ഉയർന്ന തലത്തിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അഭിനിവേശമുള്ള കുറേ പേര് രൂപപ്പെട്ടു വന്നു. അത് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ജോൺ 14 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ ഏകദേശം 10-ാം നൂറ്റാണ്ട് ആരംഭത്തിലാണ് അദ്ദേഹം ഓട്ടോ എന്ന് പറയുന്ന ജർമാനിക് ഭരണകർത്താവിന് ഹോളി റോമൻ എംപററായിട്ട് വാഴിക്കുന്നുണ്ട്. ഹോളി റോമൻ എംപറർ.
അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഈ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന പ്രദേശങ്ങൾക്ക് സാധൂകരണം കൊടുക്കുന്നതാണ്. ഈ കീഴടക്കുന്ന പ്രദേശങ്ങൾ ആൾക്കാർ ഇപ്പോഴും റെസിസ്റ്റ് ചെയ്യും. മാർപ്പാപ്പ കിരീടധാരണം കൊടുത്തു കഴിയുമ്പോൾ ലീറ്റമൈസേഷൻ കിട്ടുന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അത് ഇവരാഗ്രഹിക്കുക ഈ രാജാക്കന്മാർ, മാർപ്പാപ്പ ഞങ്ങൾ കിരീടധാരണം ചെയ്തു തരണം എന്ന് ചിന്ത വരികയാണ്. അപ്പോൾ ആ ജനങ്ങളിൽ മൊത്തം ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ള കാഴ്ചപ്പാട് ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അപ്പോൾ സഭയ്ക്ക് മറുവശത്ത് ഈ ആക്രമണമുള്ള ഘട്ടത്തിൽ ലൊംബാർഡിൻ്റെയും മറ്റെല്ലാം, പ്രത്യേകിച്ച് ആ സമയങ്ങളിൽ ഈ കൊർദോബ കാലിഫേറ്റിൻ്റെ ആക്രമണത്തിലുള്ള ആക്രമണം നോർത്തേൺ ആഫ്രിക്കയിലും സദേൺ യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ആ സമയങ്ങളിലെല്ലാം ഒരു സംരക്ഷണം കിട്ടാനായിട്ട് രാഷ്ട്രീയ പിൻബലങ്ങളൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു വശം എന്ന് പറയുന്നത് കുറേ അധികാരമുള്ള കുടുംബങ്ങളിലേക്ക് പേപ്പൽ പദവി അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ 903 തൊട്ട് 970 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു 70-80 വർഷം കൊണ്ട് കൊച്ചു കുട്ടികളുടെ പ്രായത്തിലുള്ളവർ, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവർ, അല്ലെങ്കിൽ കുറേയൊക്കെ ഈ തിന്മയുടെ വശങ്ങളുള്ളവരൊക്കെ വളരെ വേഗം മാർപ്പാപ്പ സ്ഥാനത്തേക്ക് ഈ ഫാമിലി ഫ്യൂഡുകൾ, ഫാമിലി പൊസിഷൻ്റെ അഫർമേഷൻ ഭാഗമായിട്ട്, അസേഷൻ്റെ ഭാഗമായിട്ട് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് വേണ്ടി മത്സരിക്കുകയും. ഇന്നസെൻ്റ് എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് ഇപ്പോഴാണ് ഈ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുടുംബങ്ങൾ തമ്മിലുള്ള ഇതിലേക്ക് മാർപ്പാപ്പ ബന്ധം മാറുന്നു. അല്ല, മാർപ്പാപ്പ അത് ആദ്യം പറഞ്ഞ സ്റ്റീഫൻ രണ്ടാമൻ മാർപ്പാപ്പ വരെ അധികാര സംവിധാനങ്ങളിൽ അധികം വിധേയപ്പെട്ടിട്ടില്ല. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം വയ്ക്കാൻ ശ്രമിച്ചു, ജൂലിയസ് ഒന്നാമൻ സ്വാധീനിച്ചു അദ്ദേഹമാക്കുന്നതിനൊക്കെ, അത് ശരിയാണ്. പക്ഷേ എന്നാലും അവരായിരുന്നില്ല അത്യന്തികമായി തീരുമാനിച്ചിരുന്നത്. റോമിലെ വൈദികർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കർദിനാൾ പിന്നെ ആൾക്കാരും ഒക്കെയാണ്, അതോടൊപ്പം രാജാവുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കുടുംബങ്ങളുടേതായിട്ട് മാറി. അപ്പോൾ അത് കുടുംബങ്ങളുടെ ഒരു പ്രസ്റ്റീജായിട്ട് മാറുന്ന ഒരു ഘട്ടമാണ് ഈ 10-ാം നൂറ്റാണ്ട്. അത് ഏത് കുടുംബമാണ്? അങ്ങനെ പേര് പ്രത്യേകം കാണപ്പെടാൻ ഓർക്കുന്നില്ല. ഇല്ല, ആ കുടുംബത്തിൽ നിന്ന് മാത്രമേ, അതിൻ്റെ തലമുറക്കാർ മാത്രമേ മാർപ്പാപ്പയായിരുന്നു എന്നില്ല. ഉടനെ ആ ആക്കുന്നയാൾ മറ്റേ വിഭാഗം എതിർക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാർപ്പാപ്പയെ കബറടക്കി കഴിഞ്ഞാൽ അടുത്ത മാർപ്പാപ്പ വന്നിട്ട് ആ കബറടക്കിയ മാർപ്പാപ്പയെ പുറത്തെടുത്ത് മഹ്റോൻ ചൊല്ലി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അത് പറഞ്ഞാൽ ശൈശവത്തിൽ ഒരു കുട്ടി ചെയ്യുന്ന വികൃതി പോലെ തന്നെയാണ് ഈ പേപ്പൽ ഇതെന്ന് പറയുന്നത്. അതിൻ്റെ വളർച്ച ഘട്ടത്തിൽ അതിൻ്റെ ഒരു നിമ്നോന്നതയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ഡാർക്ക് സൈഡാണെന്ന് വേണമെങ്കിൽ ഒരു വിധത്തിൽ പറയാം. അങ്ങനെയാണ് ഒരു 9 വയസ്സുള്ള കുട്ടി വരെ അങ്ങനെ മാർപ്പാപ്പയായിട്ടുള്ളത്. 12 പേര് കൊല്ലപ്പെടുകയോ നിഷ്കാസിതരാവുകയോ ചെയ്യുന്നുണ്ട് ഈ 70 വർഷം കൊണ്ട്. കുടുംബത്തിൽ നിന്ന് മാർപ്പാപ്പ, ഒരു കുടുംബമല്ല, പല കുടുംബമുണ്ട്. അപ്പം അത് ആരാണ്? ചക്രവർത്തി ആയിരുന്നോ കുടുംബം? അത് ചക്രവർത്തി ഈ കുടുംബങ്ങളാണ്. അവർ തന്നെയാണ് വാഴിക്കുന്നത്. അവർ തന്നെയാണ്. അവർ അസാഷനാണ് എന്ന് പറഞ്ഞാൽ പ്രഭു. ഈ സമയം ഫ്യൂഡൽ സംവിധാനം യൂറോപ്പിൽ നിൽക്കുന്ന സമയമാണ്. കേന്ദ്രീകൃത ഭരണ സംവിധാനം ഇല്ല. ലൂയി എന്ന് പറയുന്ന ചാൾമേൻ്റെ മകന് ശേഷം കേന്ദ്രീകൃത ഭരണം ഇല്ല. അപ്പം എല്ലാ പ്രഭുക്കൾ കീഴ്പ്രഭുക്കൾ അങ്ങനെ പറയുന്നവരാണ് ഭരിക്കുന്നത്. ആ പ്രഭു കുടുംബങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മേൽക്കൈ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണിത്. ആ ശ്രമങ്ങളിൽ റോമിലെ പഠനം അന്ന് ഇവരുടെ കയ്യിലാണ്. അന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ ഉണ്ട്. അവിടെ അവർക്ക് ഇവിടെ കൺട്രോളില്ല. നാം മാത്രമായിട്ട് അവർക്ക് സ്വാധീനമേ ഉള്ളൂ. ഭരിക്കുന്നത് കോൺസ്റ്റാന്റിനോപ്പിളിന് ചുറ്റുമുള്ള ബിസൻ്റൈൻ സാമ്രാജ്യം മാത്രമേ അവർ ഭരിക്കുന്നുള്ളൂ. ഇവിടെ കീഴ്പ്രഭുക്കളും ഇടപ്രഭുക്കളും തുടങ്ങിയവരാണ് റോമിൽ ഭരിക്കുന്നത്. ആ കീഴ്പ്രഭുക്കളും അല്ലെങ്കിൽ ഇടപ്രഭുക്കളും എന്ന് പറഞ്ഞ കുടുംബങ്ങൾ തമ്മിലാണ് ഈ മത്സരം. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിങ്ങനെ മാർപ്പാപ്പയെ അവരുടെ ചിങ്കടികളും കൊണ്ടുപോയിട്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുകയും അവരുടെ ആളെ എടുപ്പിക്കുകയും അതിനുശേഷം അടുത്തയാളുടെ ഓപ്പോസിറ്റ് ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. അങ്ങനെ അത് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അത് തുറന്നപ്പോൾ അങ്ങനെ പശ്ചാത്തലത്തിലാണ്. അങ്ങനെ ആ സമയത്ത് ഈ വിശ്വാസികൾ ഈ മാർപ്പാപ്പയെ അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിരുന്നു? അന്ന് കാഴ്ചപ്പാട് ഇതാണ്. അദ്ദേഹം റോമിലെ ബിഷപ്പാണ്. ആര് വന്നാലും റോമിലെ ബിഷപ്പ് എടുക്കുന്നത്, അത് സ്വീകരിക്കുന്നു. ഈ 9 വയസ്സുള്ള കുട്ടിയും അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് തോന്നുന്നു അല്ലേ? അങ്ങനെ പ്രായം കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് എതിർ ഗ്രൂപ്പിൽ എതിർപ്പുണ്ടാവും.
പക്ഷെ സ്വീകരിക്കുക. കാരണം അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അന്നത്തെ മനസ്സിലാക്കലിനനുസരിച്ചല്ലേ. നമ്മൾ ഇന്നത്തെ ധാർമ്മിക കാഴ്ചപ്പാടോടെ അന്നത്തെ നമുക്ക് വിശകലനം ചെയ്യാനാവില്ലല്ലോ. ഇന്നത്തെ കാഴ്ചപ്പാടെന്നുള്ള സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്ന് അന്ന് ആളുകൾ വെക്കുമ്പോൾ ഇതെന്നെ ഇങ്ങനെ ചെയ്യണമെന്നല്ല കാഴ്ചപ്പാട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു തീരുമാനങ്ങൾ എടുത്തിരുന്നത് കുടുംബത്തിൽ നിന്നായിരിക്കാം. ഒരു പോസ്റ്റ് എന്ന നിലയ്ക്കായിരിക്കും ആ ഒരു കൊച്ചുകുട്ടിയെ പോലും മാർപ്പാപ്പയായിട്ട് അങ്ങനെ വയ്ക്കുന്നത്. അപ്പം അത് അങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് എന്താണ്, മനുഷ്യൻ്റെ ഈ പുരോഗതി എന്ന് പറഞ്ഞ് പരിണാമ പ്രക്രിയകളുടെയാണ്. ഈ പരിണാമ പ്രക്രിയയുടെ ദൈവം സ്വയം വെളിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുകയാണ്. അപ്പോൾ ഇത് വന്നതുകൊണ്ട് സഭയിൽ ഒരു റിഫോം വേണം എന്ന കാഴ്ചപ്പാട് രാജാക്കന്മാർക്കുണ്ടായി. അതിൻ്റെയൊക്കെ സ്വാധീനത്തിന് ഫലമായിട്ടാണ് ഈ കോൺക്ലേവ് സിസ്റ്റം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കർദിനാൾമാരുടെ ഇതിന് തിരഞ്ഞെടുക്കുന്ന നിക്കോളാസ് രണ്ടാമൻ 1059 ഈ നോമിനെ ഡൊമിനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തിരുവെഴുത്ത് പ്രകാരം ഈ കർദിനാൾമാർ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. കാരണം അത് ഈ ക്രൈസിസ് എന്ന് പറയുന്ന നിമിഷങ്ങളൊക്കെ, അതായത് പ്രതിസന്ധി നിമിഷങ്ങൾ എന്ന് പറയുന്നത് അത് കടന്നുപോകേണ്ട ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ 9ാം നൂറ്റാണ്ട് ഈ പേപ്പേഴ്സ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ്. 9ാം നൂറ്റാണ്ടിലായിരുന്നു ഈ 10ാം നൂറ്റാണ്ട് 903 തൊട്ട് 977 ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിന് മൊത്തം അറിയാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പിടികിട്ടുള്ളൂ. യൂറോപ്പിലെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇടരാജ്യങ്ങളും കീഴ്പ്രഭുക്കളൊക്കെ ആയിട്ട് ഈ മനോറി സിസ്റ്റം, ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ നിൽക്കുന്ന കാലഘട്ടമാണ്. സെൻട്രലൈസ്ഡ് അതോറിറ്റി ഇല്ല. പേപ്പസിയെ പോലും സെൻട്രലൈസ്ഡ് പോകാൻ അനുവദിക്കില്ല അവർ. എല്ലാപ്പോഴും യുദ്ധമാണ്, ഈ ബെല്ലിജറൻ അറ്റ്മോസ്ഫിയറാണ്. അപ്പം മിലിറ്ററീസാണ് എല്ലായിടത്തും. അപ്പം ഈ ഒരു കുടുംബം ഇന്ന് പേപ്പേഴ്സ് കൈവശം കഴിഞ്ഞ് അടുത്ത കുടുംബം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഒരു സുപ്രീം അതോറിറ്റി അതിന് മീതെ നിന്നിട്ട് ഇത് ശരിയല്ല എന്ന് പറയാനും തിരുത്താനായിട്ടൊന്നും ഉണ്ടായില്ല. എപ്പോഴാണ് തിരുത്തലുണ്ടാകുക? അതിൻ്റെ മുകളിൽ സെൻട്രൽ അതോറിറ്റി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ പേപ്പേഴ്സിയെ പോലും ആ ഒരു സെൻട്രൽ അതോറിറ്റിയുടെ അതിലേക്ക് എത്താനായിട്ട് ആ സംവിധാനം സഹായിച്ചില്ല, സിസ്റ്റം സഹായിച്ചില്ല എന്നതാണ്. എപ്പോഴും കീറി മുറിഞ്ഞ് നിൽക്കുന്നതാണ് ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത. സെൻട്രലൈസ്ഡ് പൊളിറ്റിക്കൽ അതോറിറ്റി ഇല്ല, സെൻട്രലൈസ്ഡ് എക്കണോമിക്കൽ അതോറിറ്റി ഇല്ല. ഈവൻ ഈ നാട്ടിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ ഉപയോഗിക്കുന്ന ധനാറയ്ക്ക് അടുത്ത നാട്ടിൽ വേറൊരു മൂല്യമാണ്. ഒരു കോമൺ മോണിറ്ററി ഡിവൈസ് ഇല്ലെന്ന്. പേര് ദിനാറെന്ന് തന്നെയാണ്, പക്ഷേ ഓരോ സ്ഥലത്തും അതിൻ്റെ ഓരോ മൂല്യമാണ്. അപ്പം അങ്ങനെ അവിടെ എന്ത് ജോലി ചെയ്താലും അവർക്ക് ലാൻഡാണ് പാരിതോഷികമായിട്ട് കൊടുക്കുന്നത്. റിമ്യൂണറേഷൻ ടേംസ് ഓഫ് ലാൻഡാണ്. മോണിറ്റൈസേഷൻ ഇല്ല, ട്രേഡില്ല, മാർക്കറ്റ് സിസ്റ്റം ഇല്ല. എല്ലാം പ്രൊഡക്ഷൻ ഫോർ കൺസംഷനാണ്. അവർക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ കഴിക്കാൻ വേണ്ടി മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ, മിച്ചമില്ല. അപ്പം അങ്ങനെ പുറലോകമായിട്ട് ബന്ധമില്ല. അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ലോകത്തിൽ ആ ഉള്ളിലുള്ളതെല്ലാം ശത്രുക്കളാണ്. അതിലൊരാൾ ഭരിക്കാൻ കയറുന്നു, അപ്പോൾ അടുത്ത ആൾ ശത്രുവായി കാണുന്നു ആ വ്യക്തി. ഇത് ആ യൂറോപ്പ് അന്ന് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പറഞ്ഞാൽ 10ാം നൂറ്റാണ്ട് കൂടിയാണ്, 10-11 നൂറ്റാണ്ട് കൂടിയാണ്. ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് വരുന്നു, കൂടുതൽ തുറവി ഉണ്ടാകുന്നു, എക്സ്പോർട്ടർ ഉണ്ടാകുന്നു. 970 ശേഷം 11ാം നൂറ്റാണ്ട് ഈ കുടുംബാധിപത്യം ആ ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മാർപ്പാപ്പകളാവുന്ന അത് 970 അവസാനിക്കുന്ന ഏകദേശം 970. അതെങ്ങനെയാണ് ആ ഒരു ചേഞ്ച് വന്നത്? ഈ ചക്രവർത്തി ഇടപെട്ടിട്ടുണ്ട്. ഹോളി റോമൻ എംപറേഴ്സ് ഇടപെട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ഇടപെട്ടതിന് പിന്നീട് നമ്മുടെ ഇത് മാർപ്പാപ്പന്മാരെ കർദിനാൾമാരുടെ സംഘം തിരഞ്ഞെടുക്കണം എന്ന നിലയിലേക്ക് മാറുകയാണ്. അങ്ങനെയാണ് ഇന്ന് കാണുന്ന കർദിനാൾമാരുള്ള തിരഞ്ഞെടുപ്പ് വരുന്നത്. 1059 നിക്കോളസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ നമുക്ക് വിശുദ്ധരൊക്കെ ഉണ്ടായിരുന്നില്ലേ സഭയിൽ? ഉണ്ടായിരുന്നു, ഒത്തിരി പേരുണ്ടായിരുന്നു, ധാരാളം പേരുണ്ടായിരുന്നു. അവർ ഇതിനെക്കുറിച്ചൊന്നും അങ്ങനെ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല വേണ്ടത് സഭയിൽ എന്നുള്ളത്? നമ്മളെ ഒരു സിസ്റ്റം മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താനോ അതിന് വിമർശിക്കാൻ സാധാരണ ആരും മുതിരാറില്ല. കാരണം ആ സിസ്റ്റം അതിൻ്റെ വഴിക്ക് പോകുന്നു. പിന്നീട് കിട്ടുന്ന കൂടുതൽ വെളിച്ചവും അറിവും വെച്ചാണ് അയ്യോ ആ സിസ്റ്റം അങ്ങനെ പാടില്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ക്ലൂണി മൊണാസ്റ്റിക് ഓർഡറുണ്ട്, ക്ലൂണി ഫ്രാൻസിലുണ്ട്. അതൊരു സിസ്റ്റേഴ്സിന് ഓർഡറുണ്ട്, ബെനഡിറ്റൈൻസ് ഉണ്ട്, ഐറിഷ് മങ്സിനെ കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. വളരെ ശക്തമായ ഒരു മൊണാസ്റ്റിക് ട്രഡീഷനും ഭയങ്കരമായ ഒരു സ്പിരിച്വൽ ട്രഡീഷനും അന്ന് യൂറോപ്പിലുണ്ട്. അതില്ലാത്ത യൂറോപ്പല്ല. പക്ഷേ ആ ആധ്യാത്മികരോടൊപ്പം തന്നെ ഈ ചുറ്റും നടക്കുന്ന പൊളിറ്റിക്കൽ, കൾച്ചറൽ, ഇക്കണോമിക്
സോഷ്യൽ പ്രോസസ്സിനോട് ചേർന്ന് പേപ്പേഴ്സ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അഡാപ്റ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ മറ്റൊരു എക്ലസിയാസ്റ്റിക് ലെവലുള്ള വേർഷനായിട്ട് അത് പതുക്കെ മാറി എന്നുള്ളതാണ്. പക്ഷേ അത് അധികം കാലം അങ്ങനെ മാറിപ്പോയില്ല. അപ്പം തന്നെ സഭ തിരിച്ചറിഞ്ഞു തിരുത്തപ്പെടേണ്ടതാണ്, മാറ്റപ്പെടേണ്ടതാണ്. അത് കുറേയും കൂടിയും ട്രാൻസ്പെറൻസി ഉള്ള വിധത്തിൽ അത് നടത്തപ്പെടണം എന്നുള്ള രീതിയിൽ വന്ന്. അപ്പം ഈ പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന കാഴ്ചപ്പാട്. അപ്പോൾ ഇത് കോൺക്ലേവ് വന്നപ്പോഴും ഇന്ത്യയിൽ നിന്ന് പേർഷ്യയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടല്ല തെരഞ്ഞെടുപ്പെടുത്തത്, റോമിലെ ആൾക്കാരാണ്, കർദിനാൾമാരാണ്. കാരണം അദ്ദേഹം റോമിലെ ബിഷപ്പാണ്. റോമിലെ ബിഷപ്പ് എന്ന നിലയ്ക്കാണ് ഇത് അദ്ദേഹം വരുന്നത്. അപ്പോൾ റോമിലെ ബിഷപ്പ് എപ്പോഴും മാർപ്പാപ്പയാണ് അല്ലെങ്കിൽ പരമാധികാരിയാണ് എന്ന കാഴ്ചപ്പാട് ആർത്തി നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് കാണുന്ന പോലെ സാർവത്രിക സഭയുടെ എല്ലാ ഭാഗത്തും ആൾക്കാർ വന്ന് ഒരു സഭാതലം തിരഞ്ഞെടുക്കുന്ന കാഴ്ചപ്പാടില്ല എന്നുകൊണ്ട് പറയാൻ ആവശ്യിക്കുകയാണ്. ഈ അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് 1970 ശേഷം ചക്രവർത്തി കൊണ്ടുവരുന്നു ഈ ഒരു കർദിനാൾ സംഘം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണം? അത് 1059 നിക്കോളസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് അദ്ദേഹം അത് നടപ്പിലാക്കുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് കുറേ കൂടി സ്വീകരിക്കും. കാരണം അത് അപ്പോൾ രാജാവിൻ്റെ ഇടപെടലില്ല, ചക്രവർത്തിയുടെ ഇടപെടലില്ല, പ്രഭുക്കന്മാരുടെ ഇടപെടലില്ല. മുഴുവനുമായും ഈ കർദിനാൾ സംഘം മാത്രം ഇടപെടും. അത് കർദിനാൾ ബിഷപ്പ്മാരുണ്ട്, 3 കാറ്റഗറി ഉണ്ടല്ലോ. കർദിനാൾ ബിഷപ്പ്മാരുണ്ട്, കർദിനാൾ പ്രീസ്റ്റ് ഉണ്ട്, കർദിനാൾ ഡീക്കൻസ് ഉണ്ട്. കർദിനാൾ ഡീക്കൻ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമുക്ക് എനിക്ക് വേണ്ട കൂവക്കാട്ട് പിതാവ് കർദിനാൾ ഡീക്കനാണ്. ഇവർക്ക് കർദിനാൾ സ്ഥാനം കൊടുക്കുമ്പോൾ ഏത് കാറ്റഗറിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. അതെന്താണ് ആ ഒരു കാറ്റഗറി? അത് അന്ന് റോമിലൊരു മനസ്സിലാക്കലാണ്. അന്ന് റോമിൻ്റെ ഒരു ധാരണയിലെ ബിഷപ്പുണ്ട്, ഞാൻ പറഞ്ഞു റോമിലെ ക്ലർജിയാണ് തെരഞ്ഞെടുപ്പ് മുഖ്യ പങ്കുവയ്ക്കുക. കർദിനാൾ ബിഷപ്പ്, കർദിനാൾ ഡീക്കൻ, കർദിനാൾ പ്രീസ്റ്റ്. ഏറ്റവും ആദ്യമുള്ളത് ബിഷപ്പ്, പ്രീസ്റ്റ്, ഡീക്കൻ 3 കാറ്റഗറിയാണ്. ഇത് തമ്മിൽ വലിയ ഡിഫറൻസിയേഷൻ ഇന്നില്ല. പക്ഷെ അന്ന് ഇവോൾവ് ചെയ്തത് കാരണം ഇടക്കാലത്ത് അൽമായനിങ്ങനെ മാർപ്പാപ്പയാകാൻ പറ്റില്ല. ഹൈറാർക്കി പൊസിഷനുള്ളൊരു വ്യക്തി, അതായത് ഇങ്ങനെ പ്രീസ്റ്റോ അല്ലെങ്കിൽ ബിഷപ്പായിട്ടുള്ള വ്യക്തിയെ കാരണം മാർപ്പാപ്പയാകാൻ പറ്റുള്ളൂ. കാരണം മുമ്പ് അങ്ങനെയല്ല, ആദ്യകാലങ്ങളിൽ അൽമായർക്കും ആകാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ 10 ദിവസം അല്ലെങ്കിൽ ലീനസ് ഇവരൊക്കെ ഈ പ്രൊസീജിയറിലെല്ലാം കടന്നു പോയിട്ടാണ് മാർപ്പാപ്പയെ നമ്മളൊരിടത്തും ആദ്യം കാണാറില്ല. അപ്പം ഞാൻ സൂചിപ്പിച്ച് വന്ന് ഡെഫിനറ്റ് റൂൾ ഇതിനകത്ത് തോന്നി, ഇനി അൽമായർക്കാവാൻ പറ്റില്ല. അത് ഇനി 6ാം നൂറ്റാണ്ട് 7ാം നൂറ്റാണ്ട് അങ്ങനെയാണ് നിയമം വരുന്നത്. ഇപ്പോൾ ഇവിടെ റോമിലുള്ള ക്ലർജിയാണ് ഇതിൽ പങ്കുവഹിക്കുന്നത്. അതിനകത്ത് ബിഷപ്പുണ്ട്, അതിനകത്ത് പ്രീസ്റ്റുണ്ട്, കർദിനാൾ ഡീക്കൻ, ബിഷപ്പ്. അപ്പോൾ അത് കാരണം അവർ തിരഞ്ഞെടുക്കുന്ന കാര്യമാണ് റോമിലെ ബിഷപ്പിനെയാണ്. അപ്പോൾ ആ കാഴ്ചപ്പാട് പിന്നെ വരികയാണ്. പിന്നീട് 3ാം ലാറ്ററൻ കൗൺസിലാണ് ഇതുണ്ടാകുക, ഈ 3/2 ഭൂരിപക്ഷമെങ്കിലും വേണമെന്ന് കാഴ്ചപ്പാട് വന്ന്. അത് ഏത് വർഷം? അത് 1879 എനിക്ക് ഇതിൻ്റെ അതിനു മുമ്പ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കായിരുന്നു. അത് തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ആളെത്ര നിർബന്ധമില്ല, ഓരോ പെട്ടെന്ന് ഭൂരിപക്ഷം കിട്ടുന്ന നിർബന്ധമില്ല. അപ്പം ഭൂരിപക്ഷ സ്വഭാവം വ്യത്യസ്തമാണ്. ഇപ്പം ചില സമയങ്ങളിൽ വന്നിട്ടുള്ളത് 3/2 ഭൂരിപക്ഷവും ഒപ്പം ഒരാളും കൂടുതൽ വേണം എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനകത്ത് ഭേദഗതി എപ്പോഴും വരാറുണ്ട്. ഇത് നമ്മളിങ്ങനെ തിരഞ്ഞെടുക്കണമെന്നുള്ളൂ, ഭൂരിപക്ഷം വേണമെന്നുണ്ടായിരുന്നു. 3/2 ഭൂരിപക്ഷം വേണമെന്നുണ്ടായിരുന്നില്ല, ആദ്യമുള്ളതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് 3ാം ലാറ്ററൻ കൗൺസിൽ 3/2 ഭൂരിപക്ഷം വേണം എന്ന് നിയമം വരികയാണ്. അപ്പോൾ അതോടുകൂടി ഈ ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ ഇല്ലാതാക്കുക എന്നുള്ളത്. അത് പ്രധാന കാരണം ഇൻവെസ്റ്റിച്ചർ സെറമണി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഇൻവെസ്റ്റിച്ചർ അന്ന് ഒരാൾ രാജാവായിട്ടോ പ്രഭുവായിട്ടോ വാഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് ചേർന്ന് ചിഹ്നങ്ങളൊപ്പം കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന ആളാണ് അധികാരി, മേലധികാരി. വാങ്ങുന്ന ആൾ കീഴാളാണ്. അതെപ്പോഴും ഇവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഈ പവർ കണ്ടസ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാരും മാർപ്പാപ്പയും തമ്മിലുള്ള അധികാര സ്വഭാവത്തെക്കുറിച്ചുള്ള
തർക്കങ്ങളുണ്ട്. ആത്മീയ അധികാരമാണ് കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്, ഭൗതിക അധികാരമാണ് കൂടുതൽ നിൽക്കുന്നത് എന്ന് വന്നു. അപ്പം ഈ 5, 6, 7, 8 നൂറ്റാണ്ടിലെല്ലാം എന്തിനാണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ അംഗീകാരം മേടിക്കേണ്ടിയിരുന്നത്? ഭൗതിക അധികാരത്തിൻ്റെ അംഗീകാരം കിട്ടിയാലേ ആത്മീയ അധികാരത്തിന് ലെജിറ്റിമസി കിട്ടുന്നതുകൊണ്ടാണ്. അത് എപ്പോഴും രാജാക്കന്മാർ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ബിഷപ്പ്മാർ വെക്കുന്നതല്ല, ഞങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾ അംഗീകരിച്ചാലാണ് സാധുവാകുള്ളൂ എന്നുള്ള വന്നു. മാർപ്പാപ്പ ഞാൻ വഴിക്കണം, ഞാനാണ് മുകളിൽ നിൽക്കുക. ഈ രാജാക്കന്മാർ വഴിക്കുമ്പോഴേ, അല്ലെങ്കിൽ പ്രമുഖർ വഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ സ്പിരിച്വൽ അതോറിറ്റിയാണോ മുകളിൽ നിൽക്കുക? തർക്കമുള്ള പശ്ചാത്തലത്തിലാണ് അപ്പോൾ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനകത്ത് ഈ രാഷ്ട്രീയ അധികാരം ഭയങ്കരമായിട്ട് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അത് പാടില്ല. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയതകൾ എതിർത്തിരുന്നോ? പിന്നീട് പല ഘട്ടങ്ങളിലും ഇടപെടാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിഞ്ഞോൺ പേപ്പേഴ്സ് ഉണ്ടാകണേ. ഫ്രാൻസിലെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് നമുക്ക് വരാം. ഈ ഒരു എപ്പിസോഡിന് നമ്മുടെ സമയം ഇവിടെ തീരുകയാണ്. എന്തായാലും നമ്മുടെ മാർപ്പാപ്പമാരുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയവും മാർപ്പാപ്പയും അതായത് ഒരു വലിയ ബന്ധപ്പെട്ട് കിടന്നിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരം മാർപ്പാപ്പ വാഴിക്കണം, അല്ലെങ്കിൽ മാർപ്പാപ്പയെ അധികാരം കൊടുക്കേണ്ടത് ചക്രവർത്തി ആയിരിക്കണം, അങ്ങനെ രീതിയിൽ നിന്ന് സ്വതന്ത്രമായി ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ടത് അത് കർദിനാൾ സംഘമാണ് എന്നൊരു തരത്തിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിൽ വരെയാണ് നമ്മുടെ ഈ ഒരു ചരിത്രം നമ്മളിപ്പോൾ അച്ഛൻ നമ്മളോട് പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദി അച്ഛാ. ഇന്നത്തെ ഒരു എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ മറ്റു കാര്യം ഇനി ഇതിനു ശേഷം പൂർണ്ണമായും കർദിനാൾ സംഘമാണ് മാർപ്പാപ്പന്മാരെ തിരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ സഭയിലെ മാർപ്പാപ്പന്മാരുടെ ചരിത്രം എത്തിയിരിക്കുകയാണ്. തുടർന്ന് എന്താണ് സഭയിൽ പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ? സഭയിൽ പിന്നീടും ഒരുപാട് പ്രതിസന്ധികൾ സഭയ്ക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.